ഗ്രാമങ്ങളിൽ മുഴുവനും ഓരോ ഇസത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ, ഓരോ മനുഷ്യനെ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ, നിങ്ങൾ എത്ര വലിയൊരു സംസ്കാരമാണ് ഇവിടെ കൊണ്ടുവന്നത് എന്ന് അതിൻ്റെ ആഴം നിങ്ങൾ മനസ്സിലാക്കണം. കുറ്റപ്പെടുത്താതെ പരസ്പരം എല്ലാവരെയും ഒന്നിച്ചിരുത്തി ദാ കണ്ടുകൊള്ളുക, ഇങ്ങനെയും മനുഷ്യർക്ക് സാധ്യമാണ് എന്നതാണ് റെയിൻബോ ഇവിടെ നമ്മുടെ മുമ്പിൽ വലിയ ധാവള്യത്തോടെ, വലിയ വെളിച്ചത്തോടെ കാട്ടിത്തരുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഇവിടെ നമ്മൾക്ക് മുമ്പ് സംസാരിച്ചു പോയ എല്ലാ ആളുകളും പറഞ്ഞ സന്ദേശം സ്നേഹത്തിൻ്റെ, പരസ്പരം ഐക്യത്തിൻ്റെ, എല്ലാം മറന്നുകൊണ്ടുള്ള ഒരു പോക്കിൻ്റെ ഒരു ആവശ്യകതയെക്കുറിച്ചായിരുന്നു എല്ലാവരും സൂചിപ്പിച്ചത്. അതിൻ്റെ ബാക്കി എന്നോണം ഇന്നിവിടെ സംഘടിപ്പിച്ചിട്ടുള്ള പരിപാടിയിലെ എന്നിൽ അർപ്പിതമായിട്ടുള്ള വിഷയം, അഥവാ നിങ്ങളുടെ ഈ പ്രോഗ്രാമിന് തന്നെ ടൈറ്റിൽ കൊടുത്തിട്ടുള്ളത് എന്തെന്ന് ചോദിച്ചാൽ, അത് ഒന്ന് സ്നേഹസംഗമമാണ്. അതിൻ്റെ പേര് തന്നെ അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. അതിലെ സ്നേഹബന്ധത്തെക്കുറിച്ച്, വിദ്യാഭ്യാസത്തെക്കുറിച്ച്, അതേപോലെ തന്നെ ഈ സമുദായത്തിൻ്റെ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ, മനുഷ്യരാശിയുടെ ഏറ്റവും വലിയ വിപത്ത് ഇന്ന് ലഹരി തന്നെയാണ്. പല ലഹരിയുമുണ്ട്, അഥവാ മരുന്നൊരു ലഹരിയാണ്. അതേപോലെ തന്നെ മറ്റു പല ലഹരികളുമുണ്ട്. സാധാരണ ഹിന്ദി ഭാഷയിൽ പല ലഹരിയെക്കുറിച്ച് പറയാറുണ്ട്. അതിലൊരു ലഹരിയാണ് പ്യാർ കി നശ. നശ എന്നാണ് ലഹരിക്ക് പറയുക സാധാരണ ഹിന്ദിയിൽ. പ്യാർ കി നശ എന്ന് പറഞ്ഞാൽ പ്രണയത്തിൻ്റെ ലഹരി എന്നാണ് അർത്ഥം. മറ്റൊന്ന് ഇപ്പൊ പറയുന്നത് കുർസി കാ നശ എന്ന് പറഞ്ഞാൽ അധികാരത്തിൻ്റെ ലഹരി. മറ്റൊന്ന് പറയാനുള്ളത് എന്തെന്ന് ചോദിച്ചാൽ മാൽ കി നശ, അഥവാ സമ്പത്തിൻ്റെ ലഹരി. ഈ ലഹരികളെല്ലാം ഉണ്ട്. പക്ഷേ ഇതിനെയെല്ലാം അപ്പുറത്താക്കിക്കൊണ്ട്, അല്ലെങ്കിൽ അതിനെല്ലാം തട്ടിമാറ്റിക്കൊണ്ട് ഏറ്റവും വലിയ ലഹരി, അത് വിപത്തിൻ്റെ ലഹരിയായി മാറിയ ഈ കാലഘട്ടത്തിൽ അതിനെക്കുറിച്ചും ഒരു ചർച്ചയാണ് ഇന്ന് നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുള്ളത്. ഇതൊരു ഗ്രാമമാണ്. ഇവിടെ വലിയ കാര്യങ്ങൾ പറയുന്നതല്ല അഭികാമ്യം. പകരം നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഇവിടെ നന്നായിട്ട് വിദ്യാഭ്യാസമുള്ളവരുണ്ട്, പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്, നല്ല ഇൻ്റലക്ച്വൽസ് ആയിട്ടുള്ള ആളുകൾ, ചിലപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആളുകളെക്കാൾ ബുദ്ധിമാന്മാരും നന്നായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിവുള്ളവരും സദസ്സിലിരിക്കുന്നുണ്ട് എന്ന ഉത്തമ ബോധ്യത്തോടു കൂടി ഞാൻ അവരോട് കൂടി പറയാണ്, സാധാരണ രീതിയിലുള്ള ആളുകളും ഈ കൂട്ടത്തിൽ ഇരിക്കുന്നുണ്ട്. ഒരു ഗ്രാമത്തിൽ നമ്മൾ സംസാരിക്കുമ്പോൾ സാധാരണ ഒരു ഇൻ്റലക്ച്വൽ ടോക്കല്ല നടത്തേണ്ടത്. കാരണം ആ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന രീതിയിൽ, എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിലായിരിക്കണം. അതുകൊണ്ട് വളരെ ബുദ്ധിപരമായി ചിന്തിക്കുന്ന ആളുകൾ ഒന്ന് ക്ഷമിക്കണം. കാരണം നമ്മുടെ നാട്ടുകാർക്ക് മനസ്സിലാകുന്ന ഒരവസ്ഥയിൽ പറയേണ്ടതുണ്ട്. മറ്റൊന്നെന്തെന്ന് ചോദിച്ചാൽ, നാട്ടുകാർ മനസ്സിലാക്കണം. കുറച്ചൊക്കെ ഇവിടെ പഠിക്കുന്ന കുട്ടികളും അതേപോലെ തന്നെ നന്നായി ഇത് മനസ്സിലാക്കുന്ന നല്ല വിദ്യാഭ്യാസത്തിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്ന മക്കളുമൊക്കെ ഉണ്ട്. അതുകൊണ്ട് അവർക്കും ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. അത് പറയുമ്പോൾ മറ്റുള്ളവരും ഒന്ന് ക്ഷമിച്ചിരിക്കണമെന്ന് ആമുഖമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. ചില ആളുകൾ പറയും, മുമ്പരെന്തോ പറഞ്ഞു, ചില കാര്യങ്ങൾ മനസ്സിലായില്ല എന്ന്. ആ മനസ്സിലാകാത്ത കാര്യങ്ങൾ മനസ്സിലാകുന്നവർക്ക് വേണ്ടി പറഞ്ഞതാണ്. ചിലപ്പോൾ സാധാരണ ലോക്കൽ കാര്യങ്ങൾ പറയേണ്ടി വരും. അത് എൻ്റെ ഉമ്മയെപ്പോലെ, അതേപോലെ തന്നെ എൻ്റെ നാട്ടിലെ പ്രധാനപ്പെട്ട ആളുകൾ എന്ന് ഞാൻ വിശ്വസിക്കുന്ന വിദ്യാഭ്യാസമില്ലാത്ത കാരണവന്മാർക്ക് വേണ്ടി പറയുന്നതാണ്. എല്ലാ ആളുകളും കൂടി ഒരുമിച്ച് കൂടുമ്പോൾ എല്ലാവരെയും പരിഗണിച്ചുകൊണ്ടായിരിക്കണം സംസാരിക്കേണ്ടത്. പ്രത്യേകിച്ച് എന്നിൽ അർപ്പിതമായിട്ടുള്ളത് ഇതിൻ്റെ മുഖ്യ സംസാരമാണ്. ഈ മുഖ്യ സംസാരം എന്നത് വലിയ ഒരു സാഹസമാണ്. കാരണം ഇവിടെ എല്ലാവരും എനിക്കൊരു പ്രഷർ ഇടുകയുണ്ടായി. പ്രസംഗിക്കുന്നവരൊക്കെ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്നതാണ്. ഇനി എനിക്ക് പറയാൻ അങ്ങനെ ഒരാൾ ഇവിടെ ഇല്ല. അതുകൊണ്ട് ഞാൻ പറയല്ലാതെ നിവൃത്തിയില്ല. അതുകൊണ്ട് ഈ ഇരിക്കുന്ന, അപ്പുറത്തിരിക്കുന്ന ഉമ്മമാരായാലും ഇപ്പുറത്തിരിക്കുന്ന കാരണവന്മാരായാലും യുവാക്കളായാലും, പ്രിയപ്പെട്ടവരെ, ഇത് നമ്മൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ, അത് സ്നേഹത്തിൻ്റെ ഊഷ്മളമായൊരു ദിവസമാണ്. ഈ ലൈറ്റുകളൊക്കെ കത്തുന്നത് പോലെ നമ്മുടെ മനസ്സ് കത്തേണ്ടുന്ന, നമ്മുടെ ഹൃദയം ജാജ്വല്യമാനമാകേണ്ടുന്ന ഒരു ദിവസമാണ്. ഈ ഗ്രാമം ഒരുപാട് പരിപാടികൾക്ക് സാധ്യമായിട്ടുണ്ടാകാം. പക്ഷെ ഇന്നത്തെ ഈ പരിപാടി, എല്ലാ പരിപാടികളും വലിയ വിജയമായിട്ടുണ്ടാകും. അതങ്ങനെ തന്നെ നടപ്പിലാകട്ടെ, ഇനിയും നടപ്പിലാക്കേണ്ടതുണ്ട്. പക്ഷെ ഈ സംഗമത്തിൻ്റെ പ്രത്യേകത, എല്ലാ ആളുകളെയും ഒരേ കുടക്കീഴിൽ ഗ്രാമപ്രദേശത്തുകാരെ മുഴുവൻ ഇരുത്താൻ സാധിച്ചു എന്നതാണ്. വീണ്ടും ഞാൻ അതിന് എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഇതിലെ ആദ്യത്തെ ഭാഗമായ, ഞാൻ എടുക്കേണ്ടതൊരു ക്ലാസ് ആയതുകൊണ്ട് ആദ്യത്തെ ഭാഗമായ സ്നേഹബന്ധം, അതാണ് ആദ്യത്തെ ടോപ്പിക്. ആദ്യത്തെ നമ്മുടെ വിഷയം അതാണ്, സ്നേഹബന്ധം. എന്താണ് സ്നേഹം? സ്നേഹം അത് ഹൃദയത്തിൽ നിന്ന് ജന്മമെടുക്കേണ്ടുന്ന ഒന്നാണ്. ഇന്ന് നമ്മുടെ സ്നേഹം നാക്കിലാണ് കത്തിക്കളിക്കുന്നത്. പറച്ചിലിൽ സ്നേഹമുണ്ട്, പറച്ചിലിലാണ് സ്നേഹം. ഒരാളോടൊരു ചോദ്യം ചോദിക്കുമ്പോൾ വരെ നമുക്ക് അയാളോടുള്ള അസൂയ, അയാളോടുള്ള കുശുമ്പ്,
അതിൽ നിറച്ചുകൊണ്ടാ ചോദിക്കുക. ഉദാഹരണത്തിന് ഈ നാട്ടിൽ കാർ ഓടിച്ചു പോകുന്ന ഒരാളുണ്ടെന്ന് വെക്കി, എന്നും കാറിയിട്ട് പോകുന്ന ഒരാൾ, അയാൾ ഒരു ദിവസം കാറിയിട്ട് പോകുന്നില്ല എങ്കിൽ നടന്നു പോകുന്നത് കാണുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിൽ എന്തായിരിക്കും തോന്നുക? ഒരു സന്തോഷം, മൂപ്പര കാറ് പോയി എന്നാ തോന്നുന്നത്. മനസ്സിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ സന്തോഷം ഉണ്ടാവുക. എന്നിട്ട് എന്താ ചോദിക്കുക? കാറില്ലേ, കാറോടെ പോയി എന്നാണ്. കാറൊക്കെ പോയില്ലേ എന്നാണ് അതിൻ്റെ അർത്ഥം. കാറെല്ലാം പോയി അല്ലേ എന്നാണ് അതിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ തകർച്ചയിൽ നമുക്ക് ആനന്ദം തോന്നുന്നുവെങ്കിൽ സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നഷ്ടമായിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഒന്നും കൂടി പറയാം, അതിൻ്റെ ഒരു ഫിലോസഫി, അതിൻ്റെ ഒരു തത്വം പറയാണ്. ഒരു മനുഷ്യന്റെ പരാജയത്തിൽ, ഒരു മനുഷ്യന്റെ തകർച്ചയിൽ നമുക്ക് ആനന്ദം തോന്നുന്നുണ്ടെങ്കിൽ നഷ്ടം നമുക്കാണ്, നമ്മുടെ ഹൃദയത്തിൽ നിന്നും എന്നേക്കുമായി സ്നേഹം ഇല്ലാതെയായിരിക്കുന്നു. ഒരു മനുഷ്യന്റെ തകർച്ചയിൽ അല്ലെങ്കിൽ അവന്റെ പരാജയത്തിൽ നമുക്കൊരു വിഷമം തോന്നുന്നുണ്ടെങ്കിൽ അവൻ്റെതാണ് പരാജയം, പക്ഷെ നമുക്കൊരു വിഷമം തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ മനസ്സിൽ സ്നേഹമുണ്ട് എന്നാണ് അർത്ഥം. ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നമാണ് ഇന്ന്, മക്കളും വാപ്പയും തമ്മിൽ പ്രശ്നമാണ് ഇന്ന്, ജ്യേഷ്ഠനും അനുജനും തമ്മിൽ, സ്വന്തം കുടുംബത്തിൽ തന്നെ സ്നേഹബന്ധങ്ങളില്ലാതെയാകുന്നു. നേരത്തെ ഇവിടെ ആമുഖ ഭാഷണത്തിൽ സൂചിപ്പിച്ചല്ലോ, ഗൾഫ് സഹോദരന്മാരൊക്കെ വലിയ ജിജ്ഞാസയിലാണ്. എന്താണത്? കുടുംബത്തെക്കുറിച്ച് ആലോചിച്ചിട്ട് പെട്ടെന്ന് ദേഷ്യം വരുന്നതെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഗൾഫുകാർക്കാണ്. കാരണം എന്താ പറഞ്ഞാൽ മക്കളെക്കുറിച്ച് പറയുമ്പോഴേക്ക് വലിയ സങ്കടത്തിലാകുന്നതും അവരാണ്. നമ്മളെ നാട്ടിൽ മക്കളെക്കുറിച്ച് കുറെ പറഞ്ഞാൽ നമ്മൾ പോകുന്നത് വീട്ടിലേക്കാണല്ലോ എന്ന് ആലോചിക്കുമ്പോൾ വലിയ സങ്കടം തോന്നാറില്ല. പക്ഷെ ഞാൻ ഇടയ്ക്കൊക്കെ ഈ അവിടെ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ചില പരിപാടികൾക്കൊക്കെ പോകാറുണ്ട്. അങ്ങനെ പോകുന്ന സമയത്ത് നമുക്ക് മനസ്സിലായത്, അത് UAE പോയാലും ഖത്തറിൽ പോയാലും ബഹ്റൈനിൽ പോയാലും സൗദിയിൽ പോയാലും എല്ലായിടത്ത് പോയാലും ഒരേ സ്വഭാവമാണ് ആ പരിപാടിക്ക്. അതെന്താണെന്ന് വെച്ചാൽ ഗൾഫുകാർ വളരെ സാഗൂതം കേട്ടിരിക്കും. മക്കളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ആ സദസ്സിലിരിക്കുന്ന 15% ആൾക്കാരെ അവിടെ ഫാമിലി സഹിതം ഉണ്ടാവൂ, ബാക്കി 85% ഫാമിലി ആയിട്ടൊന്നും ആവില്ല. അപ്പം അതുകൊണ്ട് അവർക്ക് വല്ലാത്ത ഒരു ചിന്തയും, ചിലപ്പോഴൊക്കെ മാതാവിനെ കുറിച്ച് പറയുമ്പോൾ, പിതാവിനെ കുറിച്ച് പറയുമ്പോൾ ചിലപ്പോഴൊക്കെ കാണാം ഇങ്ങനെ യുവാക്കളിരുന്ന് കരയുന്നത്. അങ്ങനെ പ്രസംഗമൊക്കെ കഴിഞ്ഞിട്ട് ചിലപ്പോൾ വന്നിട്ട് പറയും, എൻ്റെ ഉമ്മ അടുത്തിടെയാണ് മരിച്ചുപോയത്, അല്ലെങ്കിൽ എൻ്റെ മാതാവ് അടുത്തിടെയാണ് മരിച്ചുപോയത്. ഇപ്പം ട്രെയിനിങ്ങിൻ്റെ രീതി എത്രത്തോളം എത്തിയെന്ന് ചോദിച്ചാൽ, ഈ അടുത്തിടെ നമ്മൾ നടത്തുന്ന ട്രെയിനിങ്ങിലൊക്കെ, ഇവിടെ അങ്ങനെ നടത്തേണ്ടുന്നൊരു സദസ്സല്ല, ഏതായിരുന്നാലും നമ്മൾ ചെയ്യുന്നൊരു രീതി, ഈ സൈക്കോളജിക്കലി ചില ട്രെയിനിങ്ങുകളുണ്ട്, മനഃശാസ്ത്രപരമായ ചില ട്രെയിനിങ്ങുകൾ. അതിൽപ്പെട്ടതാണ് ഇപ്പോൾ ഉദാഹരണത്തിന് വാപ്പയോട് ഒരാൾക്ക് ദേഷ്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഉമ്മയോട് ദേഷ്യമുണ്ടെങ്കിൽ, അങ്ങനെ ഉണ്ടാവുമല്ലോ, മാതാവിനോട് ദേഷ്യമുണ്ടെങ്കിൽ അയാളെ മെല്ലെ ഒരു തരം കോൺഷ്യസ് മൈൻഡിൽ നിന്ന് അൺകോൺഷ്യസ് മൈൻഡിലേക്ക് കൊണ്ടുപോകും. എന്ന് പറഞ്ഞാൽ കണ്ണടപ്പിച്ചിട്ട് ഇങ്ങനെ തൻ്റെ വീട്ടിലേക്കും ഉമ്മയുടെ മുഖമൊക്കെ കാണിച്ചു കൊടുത്ത് ആ ഉമ്മ മരിച്ചു കിടക്കുന്നത് പോലെ ഒന്ന് ധ്യാനത്തിൽ കൊണ്ടുവരാൻ വേണ്ടി ആവശ്യപ്പെടും. നമ്മൾ ഈ അടുത്തിടെയായിട്ട് അത് ചെയ്യാറുണ്ട്. അപ്പം ഇങ്ങനെ ചിലപ്പോൾ ദേഷ്യപ്പെട്ടിട്ട് വിദ്യാർത്ഥികളൊക്കെ, ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ മിക്കവാറും ഉമ്മാനോടും അല്ലെങ്കിൽ മാതാവിനോടും പിതാക്കളോടൊക്കെ ഭയങ്കര അരിശൊക്കെ കാണിക്കാറുണ്ട്. ചിലപ്പോഴൊക്കെ സ്ത്രീകൾ കരഞ്ഞുകൊണ്ട് ഫോണിൽ വിളിക്കാറുണ്ട്, എൻ്റെ മോൻ അടിക്കാൻ വരുന്നുണ്ട്, എൻ്റെ മോൻ ഇന്നലെ അടിച്ചു എന്നെ എന്നൊക്കെ പറയുന്ന മാതാക്കളുടെ കാലമാണ്. +1കാരൊക്കെ വലിയ പേടിയാണ് മാതാപിതാക്കൾക്ക്. പിതാവ് ഗൾഫിലായിരിക്കും, പിതാവ് ഗൾഫിൽ നിന്ന് വിളിക്കുന്നത് ഇവനെ വഴക്ക് പറയാനുമായിരിക്കും. കുട്ടികളെ കൗൺസിലിംഗ് നടത്തുന്ന സമയത്ത് നമുക്ക് മനസ്സിലായത്, കുട്ടികൾക്ക് കുറേ വിഷമങ്ങൾ പറയാനുണ്ട്, വാപ്പന്നെ ചീത്ത അറിയാൻ വേണ്ടി മാത്രമേ വിളിക്കാറുള്ളൂ എന്നാണ് അവൻ്റെ പറച്ചിൽ. കാരണം ഉമ്മ പറഞ്ഞു കൊടുക്കുമ്പോൾ അവൻ അങ്ങനെയാണ്, അവൻ ഇങ്ങനെയാണ്. ഇപ്പോൾ വാപ്പ വെള്ളിയാഴ്ച വിളിക്കുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ ദിവസം നെറ്റിൽ വിളിയാണല്ലോ, എല്ലാ ദിവസവും വിളിക്കുന്നതും കുട്ടിയെ വഴക്ക് പറയാനാണ്. കുട്ടിയുടെ അവസ്ഥ എന്താണെന്ന് വാപ്പ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. വാപ്പാക്കാകെ ദേഷ്യം കേടിയിട്ട് അങ്ങനെ പ്രഷറാക്കിയിട്ട് വന്നിട്ട് വിളിക്കാൻ, അതിൽ മോൻ കൂടുതൽ കേടുവരാനാണ് സാധ്യത. ആ മകൻ ഇങ്ങനെ അകന്നു പോകാനാണ് സാധ്യത. ഇപ്പം ഈ നാട്ടിൽ ആരെങ്കിലുമൊക്കെ മദ്യപാനികളുണ്ടെങ്കിൽ, അവരുടെ മദ്യപാനം നിർത്തണമെന്ന് നമുക്ക് മോഹമുണ്ടെങ്കിൽ അവരെ സ്നേഹിക്കാതെ നിവൃത്തിയില്ല. അവരെ ഒറ്റപ്പെടുത്തിയാൽ അത് കൂടും, അവരെ തിരസ്കരിച്ചാൽ അത് കൂടും. പകരം എന്താ ചെയ്യേണ്ടത്? അവനെ നല്ല രീതിയിൽ സുഹൃത്താക്കി അവൻ്റെ മനസ്സു മാറ്റാൻ നമ്മുടെ സ്നേഹത്തിന് കഴിഞ്ഞാൽ അവൻ മാറും, തീർച്ചയാണ്. മദ്യപിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്ന എത്രയോ വിദ്യാർത്ഥികൾ, ഞാൻ ഇവിടെ ഇവരൊക്കെ ചിലപ്പോൾ സൂചിപ്പിച്ചിട്ടുണ്ടാകും, എനിക്കറിഞ്ഞുകൂടാ. ഏതായിരുന്നാലും എല്ലാ ദിവസത്തിലും ക്യാമ്പസുകളിൽ ജീവിക്കുന്ന ഒരാളാണ്. മെഡിക്കൽ കോളേജുകളായാലും അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് കോളേജുകളായാലും സാധാരണ ക്യാമ്പസുകളായാലും സ്കൂളുകളായാലും
അവിടെയൊക്കെ കുട്ടികൾ നമ്മുടെ മുമ്പിൽ പറയുന്നൊരു കാര്യമുണ്ട്. ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഓഫീസിലൊക്കെ ഇരിക്കുമ്പോൾ, സാർ ഞാൻ നിങ്ങൾ പറയുന്നത് പോലെ മയക്കുമരുന്ന് ഉപയോഗിക്കാറുണ്ട്, അത് മാറ്റാൻ എനിക്ക് വല്ലാത്ത ആഗ്രഹമുണ്ട്, അതുകൊണ്ട് എന്താണ് അതിനൊരു വഴി, നിങ്ങളൊന്ന് പറഞ്ഞു തരിനെന്ന് വല്ലാതെ കരഞ്ഞു പറയുന്നത് പോലെ പറയുന്ന വിദ്യാർത്ഥികളെ നിരന്തരമായി നമ്മൾ കാണാറുണ്ട്. നിരന്തരമായി. ഈ അടുത്തിടെ നിങ്ങളുടെ ഈ പ്രദേശത്ത് നിന്ന് എന്ന് പറഞ്ഞാൽ മലപ്പുറം ജില്ല, ഞാനും മലപ്പുറം ജില്ലക്കാരൻ തന്നെയാണ്, ഈ ഒരു പ്രദേശത്ത് നിന്ന്, ഈ പ്രദേശം തന്നെ ഈ വടക്കേക്കുളമ്പ് എന്ന് പറഞ്ഞ പ്രദേശമല്ല കേട്ടോ, ഇതിൻ്റെ ചുറ്റുവട്ടത്തുള്ള ഒരു പ്രദേശത്ത് നിന്ന് ഒരു പയ്യനെ കൊണ്ടുവന്നിരുന്നു. ആ പയ്യന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഞ്ചാവ് അടിക്കും, ചെറുതായിട്ട് മരിജുവാനയാണ് അവൻ ഉപയോഗിക്കുന്ന മരുന്ന്. ഏതായിരുന്നാലും ശരി, അതിനെപ്പറ്റിയൊക്കെ പറഞ്ഞു. ഉമ്മയുടെ ധാരണ അവൻ ആകെ പുക വലിക്കും എന്നുള്ളതാണ്. അവൻ ഇടയ്ക്കൊക്കെ സിഗരറ്റ് വലിക്കാറുണ്ട്, സാർ അതൊന്ന് പറയണം. അപ്പം എന്നോട് അവൻ പറഞ്ഞു എന്തെന്ന് വെച്ചാൽ, സാറേ എനിക്ക് സിഗരറ്റ് വലിക്കാനുള്ള സ്വാതന്ത്ര്യമെങ്കിലും ഒന്ന് തരണം, കാരണം അതും കൂടി വലിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് മറ്റു പലതും ചിലപ്പോൾ ഉപയോഗിക്കേണ്ടി വരും. അതിനൊരു സൈക്കോളജിസ്റ്റ് എന്ന നിലയ്ക്ക് ഞാൻ 3 മാസത്തേക്ക് അവന് സമയം കൊടുത്തു. ഇടയ്ക്കിടയ്ക്ക് നീ പുക വലിച്ചോന്ന്. അതെന്തിനാ കൊടുക്കണമെന്നറിയോ? മറ്റുള്ളത് നിൽക്കാനാണ്. പറഞ്ഞു മനസ്സിലായോ? ഇത് ശരിക്കും മനസ്സിലാക്കണം. കാരണം പുക വലിക്കൽ മാത്രമല്ല അവൻ്റെ അസുഖം. അവൻ്റെ അസുഖം അവൻ കഞ്ചാവ് വലിക്കുന്നുണ്ട്. ഈ കഞ്ചാവ് നിർത്തണം എന്നുണ്ടെങ്കിൽ എന്ത് വേണ്ടി വരും? ചിലപ്പോൾ അത് ഇടയ്ക്കൊന്ന് അനുവദിക്കേണ്ടി വരും. ഇത് സിഗരറ്റ് വലി, അത് സൈക്കോളജിയുടെ ഒരു മെത്തേഡാണ്. കാരണം അത് വലിച്ചിട്ടെങ്കിലും സംതൃപ്തി അടഞ്ഞിട്ട് മറ്റത് മറക്കാൻ വേണ്ടി ചെയ്യുന്നൊരു പരിപാടിയാണ്. അങ്ങനെ ഇവൻ ഉമ്മാനോട് എന്താ പറഞ്ഞത്? സാർ എന്നോട് പറഞ്ഞിട്ടുണ്ട് വീഡിയോ വലിക്കാനെന്ന്. അവൻ്റെ എക്സ്ക്യൂസ് അതാണ്, സാർ എന്നോട് പറഞ്ഞിട്ടുണ്ട് വീഡിയോ വലിക്കാൻ. എന്നിട്ട് ആ ഉമ്മ എനിക്ക് വിളിക്കാണ്, എന്താണ് നിങ്ങൾ എൻ്റെ മോനോട് വീഡിയോ വലിക്കാൻ പറഞ്ഞു? ഞാൻ അതുവരെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഉമ്മാനോട്, ഇവൻ ഇന്നതും കൂടി വലിക്കുന്നുണ്ട്. സത്യത്തിൽ ഇപ്പം ആ കുട്ടിയുടെ അവസ്ഥ, അവൻ അതിൽ നിന്നെല്ലാം പിന്മാറി. ഇപ്പം പുകവലി മിനിയാന്ന് വന്ന സമയത്ത് എന്നോട് പറഞ്ഞത് മാസത്തിൽ ഒരിക്കൽ വലിക്കുന്നുണ്ട്, ഇനി അതും ഞാൻ കുറച്ചോളാം എന്ന് പറഞ്ഞോട് നിൽക്കുകയാണ്. അപ്പം ചില കുട്ടികളെ നമ്മൾ സ്നേഹത്തോടു കൂടി പറഞ്ഞു മനസ്സിലാക്കി മെല്ലെ മെല്ലെ കുറപ്പിച്ചാൽ മാത്രമേ അത് നിൽക്കൂ. ഒറ്റയടിക്കെല്ലാം പൊട്ടിച്ചെറിയണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിൽക്കണമെന്നില്ല. അപ്പം ഇവിടെ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും സ്നേഹത്തിൽ അധിഷ്ഠിതമാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു നിങ്ങളുടെ ഈ ലീഫ്ലെറ്റ്. വലിയ പളപളപ്പൊന്നുമില്ലെങ്കിലും സ്നേഹസംഗമം എന്ന് കൊടുക്കുമ്പോൾ, സ്നേഹം നഷ്ടപ്പെടുമ്പോൾ വിദ്യാഭ്യാസം നഷ്ടപ്പെടും. സൈക്കോളജിക്കലി ഇറ്റ് ഈസ് പ്രൂവ്ഡ്. മനഃശാസ്ത്രപരമായി അത് തെളിയിക്കപ്പെട്ടതാണ്. നമ്മുടെ വീട്ടിലെ കുട്ടികൾക്ക് സ്നേഹം നഷ്ടപ്പെടുമ്പോൾ അവർ ഒറ്റപ്പെടുമ്പോൾ അവർ തെരുവിലേക്ക് ഇറങ്ങും. അവൻ SSLCക്ക് നല്ല മാർക്ക് വാങ്ങേണ്ട ആളായിരിക്കാം, മാതാവ് സ്നേഹിക്കാത്തതിൻ്റെ പേരിൽ, പിതാവ് സ്നേഹിക്കാത്തതിൻ്റെ പേരിൽ, എല്ലാവരോടുള്ള ദേഷ്യത്തിൻ്റെ പേരിൽ അവൻ മെല്ലെ എങ്ങോട്ടിറങ്ങും? തെരുവിലേക്ക് ഇറങ്ങും. നന്നായിട്ട് പഠിക്കേണ്ടുന്ന കുട്ടി സ്നേഹം കിട്ടാത്തതിൻ്റെ പേരിൽ അവൻ എന്നേക്കുമായി തെരുവിലേക്ക് ഇറങ്ങുന്ന ഗതി നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. എല്ലാം ഇവിടെ കുടുംബ ബന്ധമായാലും വിദ്യാഭ്യാസമായാലും ലഹരി ഉപയോഗിക്കുന്ന കുട്ടികളുടേതായാലും ഏതായിരുന്നാലും ശരി, എല്ലാറ്റിനെയും തകർക്കാൻ നമ്മുടെ മുമ്പിലുള്ള ഒരു മറുമരുന്ന് അത് സ്നേഹം തന്നെയാണ്. ലോകത്തിലെ ഏത് ഭാഷയിലും സ്നേഹമെന്ന് പറയാൻ നാവ് സഞ്ചരിക്കേണ്ടതുണ്ട്. ഭാഷാശാസ്ത്രജ്ഞർ സംസാരിക്കുന്നു. നോം ചോംസ്കിയാണ് ഇന്ന് ലോകത്തിൽ അറിയപ്പെടുന്ന ഒരു ഭാഷാശാസ്ത്രജ്ഞൻ. നോം ചോംസ്കി മരിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാലം കഴിഞ്ഞാൽ, അല്ലെങ്കിൽ യുഗം കഴിഞ്ഞാൽ അദ്ദേഹത്തെക്കുറിച്ച് ചിലപ്പോൾ പറയുന്നത് സോക്രട്ടീസിൻ്റെ അതേപോലെ തന്നെ അങ്ങനെയുള്ള പേരിൻ്റെ കൂട്ടത്തിലായിരിക്കാം. അത്രത്തോളം അദ്ദേഹം വളർന്നു കഴിഞ്ഞു. ഈ കാലഘട്ടവുമായി ബന്ധപ്പെട്ട് ജീവിച്ചതിൻ്റെ പേരിൽ അദ്ദേഹത്തെ നമ്മൾ ഓർക്കാതെ പോകുന്നതാണ്. ഈ അടുത്തിടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഒരു സെമിനാറിൽ കേരളത്തിലെ വലിയ ചരിത്രകാരൻ പറഞ്ഞത് സോക്രട്ടീസിൻ്റെ, പ്ലാറ്റോയുടെ, അരിസ്റ്റോട്ടിലിൻ്റെ ആ ഒരവസ്ഥയിലേക്ക് നാളെ ചിലപ്പോൾ ചോംസ്കിയുടെ പേര് എഴുതി വെക്കാമെന്നാണ്. അദ്ദേഹം പറയുന്നുണ്ട്, ലോകത്തിലെ ഏത് ഭാഷയിലും സ്നേഹം എന്ന് പറയാൻ അദ്ദേഹം സമർത്ഥിക്കുന്നു. ഇമാം ഗസാലിയെ പറഞ്ഞുകൊണ്ടാണ്, അതേപോലെ തന്നെ ഷെയ്ഖ് മുഹിദ്ദീൻ ഷെയ്ഖിനെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഇത് സമർത്ഥിക്കുന്നത്. ലോകത്തിലെ ഏത് ഭാഷയിലും എന്ന് പറഞ്ഞാൽ സ്നേഹമെന്ന് പറയാൻ നാവ് സഞ്ചരിക്കണം. നിങ്ങൾ മലയാളത്തിൽ പറഞ്ഞു നോക്കി, പ്രണയം, പ്രേമം, സ്നേഹം, ഇഷ്ടം, എല്ലാറ്റിനും നാവളകണം. ഇനി അത് ഹിന്ദിയിലേക്ക് പോയാൽ പ്യാർ, ഇഷ്ക് എന്നൊക്കെ പറയുന്നതിനും വേണം ഈ നാവളകണം. ഇങ്ങനെ ഏത് ജുദ്വ, അക്കാദൽ എന്നൊക്കെ പറഞ്ഞാൽ എല്ലാറ്റിനും എന്ത് വേണം? നാവളകണം. പക്ഷേ ജഗന്നിയന്താവായ തമ്പുരാൻ ഉപയോഗിച്ചൊരു പദമുണ്ട്, അത് ഹുബ് എന്നാണ്. അത് ശരിക്കും ഹാ വരുന്നത് ഇവിടെ നിന്നാണ്, ബ അവസാനിക്കുന്നത് ചുണ്ടിൻ്റെ അറ്റത്താണ്. ആ ഒരു ഭാഷക്ക് മാത്രം നാവളകേണ്ടെന്ന് ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ അതിലൊരു ഫിലോസഫി അടങ്ങിയിട്ടുണ്ട്. സ്നേഹം എന്ന് പറയുന്ന വാക്കിൽ നിന്ന് പോലും നാക്കിനെടുത്തു മാറ്റി, അഥവാ ആ നാക്കിൽ നിന്ന് പോലും വാക്കിനെടുത്തു മാറ്റി. രണ്ടും പറയാം. വാക്കിൽ നിന്ന് നാക്കിനെടുത്തു മാറ്റി, നാക്കിൽ നിന്ന് വാക്കിനെയും എടുത്തു മാറ്റി. അങ്ങനെയാണ് സ്നേഹം
എന്ന് ദൈവം നമ്മളെ പഠിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അത് ഹൃദയത്തിൽ നിന്ന് വരേണ്ടതാണ്, നാക്കിൽ നിന്നല്ല സ്നേഹം ജനിക്കേണ്ടത്. എനിക്ക് നിന്നെ സ്നേഹമാണ് എന്ന് നാവ് കൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. പകരം പിതാവിനോടുള്ള സ്നേഹമുണ്ടാകേണ്ടത് ഹൃദയത്തിൻ്റെ ഉള്ളിലാണ്. മാതാവിനോടുള്ള സ്നേഹമുണ്ടാകേണ്ടത് ഹൃദയത്തിൻ്റെ ഉള്ളിലാണ്. എല്ലാവരോടുമുള്ള സ്നേഹം അതൊരു പ്രത്യേകമായ സദസ്സിലല്ല നമ്മൾ സ്നേഹം വിളമ്പേണ്ടത്. നമ്മുടെ മനുഷ്യന്റെ സ്നേഹം എന്ന് പറഞ്ഞാൽ അവന്റെ മനീഷക്കുള്ളിലാണ്. മനീഷ ഉണ്ടായത് കൊണ്ടാണ് മനുഷ്യന് മനുഷ്യൻ എന്ന പേര് വന്നത്. അഥവാ അവന്റെ ഹൃദയത്തിന്റെ ഉള്ളിലാണ് സ്നേഹം കുടിയിരിക്കുന്നത്. ആ സ്നേഹമാണ് പുറത്തേക്ക് കൊണ്ടുവരേണ്ടത്. അത് മാതാവിനോട്, പിതാവിനോട്, ഭാര്യയോട്, ഭർത്താവിനോട്, മക്കളോട്. ഈ അടുത്തിടെ ഒരാൾ പറഞ്ഞു എന്നോട്, ഞാൻ വീട്ടിൽ എന്നും കലാപമാണ്, വീട്ടിലെന്നും. ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് നിങ്ങളോട് പറയാം, എന്നും പ്രശ്നമാണ്. ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തിൻ്റെ പേരിലാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്? ടിവിയുടെ റിമോട്ട് കാണൂല, അതാണ് എൻ്റെ പ്രശ്നം. മൂപ്പര് വീട്ടിൽ കണ്ട് കയറി വരുന്ന സമയത്ത് ടി വി പെട്ടെന്ന് റിമോട്ട് ഇടണം. എവിടെ തിരഞ്ഞാലും ഈ സാധനം കുട്ടികളെ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ടാവും. ഇത് മൂപ്പരുടെ എന്നത്തെയും വിഷയമാണ്. ചിലപ്പം ഭാര്യയെ വഴക്ക് പറയും, ചിലപ്പോൾ കുട്ടികൾ അടിക്കും. റിമോട്ട് കാണാത്തതാ പ്രശ്നം. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളൊന്ന് കണ്ണടച്ചിട്ട് ഒരു ധ്യാനത്തിലേക്ക് കൊണ്ടുപോയി. ഒരു തരം ഒരു സെമി ഹിപ്നോ, അതിലേക്ക് ഇങ്ങനെ കൊണ്ടുപോയി അങ്ങനെ മൂപ്പരെ ഫാൻറ്റസി വേൾഡ് എന്ന് പറയും, ഒരു രസകരമായൊരു ലോകം ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്ത്, സൈക്കോളജിയുടെ ഒരു ഭാഗമാണ്. എന്നിട്ട് ഇങ്ങനെ വീട് ഇങ്ങനെ കാണിപ്പിച്ചു. വീട്ടിൽ കുട്ടികൾ കളിക്കുന്നത്, വീട്ടിൽ ഭാര്യ ചിരിക്കുന്നത്, മനോഹരമായ മൂപ്പര മനസ്സിൽ ഇങ്ങനെ സന്തോഷം ഇങ്ങനെ നിറയാൻ. അങ്ങനെ ആ ടി വിൻ്റെ അടുത്തേക്ക് മൂപ്പര ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ അവിടെ ഏതില്ല, റിമോട്ടില്ല. മൂപ്പര മുഖഭാവം ഇങ്ങനെ മാറാൻ തുടങ്ങി. കാരണം റിമോട്ടില്ലാത്തല്ല മൂപ്പര പ്രശ്നം. അങ്ങനെ പിന്നെ കണ്ണ് തുറപ്പിച്ചു, പിന്നെയും കണ്ണടപ്പിച്ചിട്ട് വീണ്ടും എന്താക്കി, ആ ലോകത്തേക്ക് കൊണ്ടുപോയി. എന്നിട്ട് ഇങ്ങനെ കൊണ്ടുപോയിട്ട് പിന്നെ വീട്ടിലേക്ക് കയറിയപ്പോൾ വീട്ടിലാരുമില്ല, മക്കളില്ല, ഭാര്യയില്ല, ഒരു ഒഴിഞ്ഞൊരു വീട്. ആ മൂപ്പർക്ക് അത് പറയുമ്പോൾ തന്നെ അങ്ങനെ വീട്ടിൻ്റെ അകത്തേക്ക് കൂടി ഇപ്പോൾ മക്കൾ എടുക്കാൻ പോയതെന്ന് അറിയില്ല, തന്നെ വിട്ടേച്ച് പോയി, ഭാര്യയും പോയി, എല്ലാവരും ഞാനൊരു ദേശക്കാരനാണ് എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. വീട് നല്ല ഉഷാറാണ്. അങ്ങനെ പോയി ടി വിയുടെ അടുക്കലെത്തിയപ്പോൾ റിമോട്ട് കറക്റ്റിന് തന്നെ ഇരിക്കുന്നുണ്ട്. പക്ഷെ മൂപ്പരപ്പം ഇങ്ങനെ കരയാൻ തുടങ്ങി. നമ്മൾ ടെസ്റ്റ് നടത്തി വെക്കിയതാണ്. മൂപ്പരിങ്ങനെ കരയാൻ തുടങ്ങി. എന്നിട്ട് പിന്നെ കണ്ണുറപ്പിച്ചു. എന്നിട്ട് ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് മക്കളില്ലാത്ത, അവർ ചിരിക്കാത്ത, അവർ കളിക്കാത്ത, ഭാര്യ ചിരിക്കാത്ത ഒരു വീട്ടിൽ റിമോട്ട് കറക്റ്റായിട്ട് ഇരിക്കണോ, അതോ റിമോട്ടൊന്നും വേണ്ടാതെ ഇവരൊക്കെ ചിരിച്ച് കളിച്ച് നടക്കണോ? ഏതാ വേണ്ടതെന്ന് ചോദിച്ചു. റിമോട്ടേ വേണ്ടെന്നറിഞ്ഞു. സ്നേഹം അതാണ്. നമ്മൾ ചിലപ്പോഴൊക്കെ തർക്കിക്കുന്നത് വെറും മെറ്റീരിയൽസിന്റെ പേരിലാണ്. 10,000 രൂപയ്ക്ക് വേണ്ടി മക്കളോട് തർക്കം, പറമ്പ് വിറ്റതിന്റെ പൈസയുടെ കമ്മീഷൻ കൊടുക്കാത്തതിന്റെ പേരിൽ പിതാവിന്റെ വയറ്റത്ത് കത്തിയോട്ടൽ കേരളം കണ്ടതാണ്. പറമ്പച്ചോടം നടത്തിയിട്ട് പിതാവ് മകന് കമ്മീഷൻ കൊടുക്കായിട്ട് കുറഞ്ഞ പൈസ എന്തോ കിട്ടും, അതിനുവേണ്ടി വാപ്പയുടെ അടിവയറ്റത്ത് കടാര കൊണ്ട് കുത്ത്. മെറ്റീരിയൽസിന് വേണ്ടിയിട്ടാണ് നമ്മുടെ സ്നേഹം നമ്മൾ നഷ്ടപ്പെടുത്തുന്നത്. സ്നേഹം ഒരു മെറ്റീരിയൽ അല്ല. ഫോൺ കേടുവരുത്തിയതിന്റെ പേരിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിവെച്ചതിന്റെ പേരിൽ, വാപ്പയുടെ ബ്രഷ് എടുത്തിട്ട് അങ്ങോട്ട് വെച്ചതിന്റെ പേരിൽ, ഇതിൻ്റെയൊക്കെ പേരിലാണ് വീട്ടിൽ കലാപം. ഈ ബ്രഷ് എന്ന് പറഞ്ഞ സാധനത്തിനാകെ 20 റുപ്യ 30 റുപ്യ വില ഉള്ളൂ. പക്ഷേ നമ്മളൊരു കുട്ടി നമ്മുടെ ബ്രഷ് എടുത്തിട്ട്, നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം, നമ്മുടെ വീട്ടിലെ ബ്രഷ് എടുത്തിട്ട് അപ്പുറത്തേക്ക് കൊണ്ടുപോയി, എന്നിട്ട് എവിടെ വെച്ചു? ആ പാവം കുട്ടിക്ക് അറിയില്ല ഇത് കറക്റ്റായിട്ട് വെക്കണം എന്നുള്ളത്. ഇനി നമ്മളൊരു കാര്യം മനസ്സിലാക്കണേ, കുട്ടികളുണ്ടല്ലോ, അവർ 20 വയസ്സ് വരെ ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ കുട്ടികൾ ഫാൻറ്റസി വേൾഡിലാണ്. ഫാൻറ്റസി വേൾഡ് എന്ന് പറഞ്ഞാൽ ഒരു തരം ഭാവനാ ലോകത്തിലാണ്. ഒരു ഭാവനാ ലോകത്തിലാണ്. അവർക്ക് റിയാലിറ്റി എന്താണെന്ന് അറിയില്ല. അവർക്ക് എന്ത് റിയാലിറ്റി? ചിലപ്പോൾ മോൻ വന്നുകാണ്ട് 2.5 വയസ്സായ മോൻ വന്ന് മൊബൈൽ എടുക്കും. അവനറിയോ ഈ മൊബൈൽ എന്ന് പറഞ്ഞ സാധനം 15,000 റുപ്യ വിലയാണെന്ന്? 15,000 റുപ്യ എന്താണെന്ന് അവനറിയോ? ഇല്ലല്ലോ. 10 റുപ്യ എടുത്താലും ചിലപ്പോൾ നമ്മൾ 1000-ന്റെ നോട്ടോ എടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് വേറെ പൈസ തരാന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കൽ 2 റുപ്യ ആയിരിക്കും. അവന്റെ വിചാരം ഇതിനേക്കാളും വലുതാണ് അത് എന്നാണ്. കാരണം അവന് ഇത് മാച്ച് ഒപ്പിക്കാനുള്ള റിയാലിറ്റിയിലേക്ക്, യാഥാർത്ഥ്യത്തിലേക്ക് അവൻ എത്തിയിട്ടില്ല. അവനാവശ്യം മൊബൈൽ കിട്ടണം, അവനാവശ്യം ബ്രഷ് എടുത്ത് ഇങ്ങോട്ട് വെക്കണം. ഇങ്ങനെ നടക്കുന്നതിനിടക്ക് നമ്മൾ ഭയങ്കരമായ റിയാലിറ്റിയിലേക്ക്, യാഥാർത്ഥ്യത്തിലേക്ക് അവനെ വലിച്ചഴക്കരുത്. യഥാർത്ഥമായ ഇതിലേക്ക് വലിച്ചപ്പോൾ 30 റുപ്യന്റെ ഒരു ബ്രഷ് ഇവൻ ഇവിടെ നിന്ന് അവിടെ കൊണ്ടുവച്ചതിന്റെ പേരിൽ നമ്മൾ ചിലപ്പോൾ ഒന്നും കൊടുക്കുക, എനിക്ക് ബ്രഷ് എടുത്തിട്ടേ കളി എന്ന് പറഞ്ഞിട്ട്. പ്രിയപ്പെട്ട മാതാവേ, ഈ 30 രൂപയുടെ ബ്രഷ് ഭാവിയിൽ അവൻ നിങ്ങൾക്ക് വാങ്ങിച്ചു തരും. 3000 ബ്രഷ് വേണമെങ്കിലും വാങ്ങിച്ചു തരും. പക്ഷേ അവൻ ഒരിക്കലും ഈ അടിച്ച അടി മറക്കില്ല. ഒരു ബ്രഷ് ഒന്ന് സ്ഥാനം തെറ്റിയതിന്റെ പേരിൽ തന്റെ പിതാവിനെ പ്രഹരിച്ചത് ആ കുട്ടി ഒരിക്കലും മറക്കില്ല.
ഇതിന് പകരം എന്താ നമ്മൾ ചെയ്യുക? അതുകൊണ്ട് സ്നേഹത്തോടു കൂടി പെരുമാറുമ്പോൾ ആരും ചെയ്യാൻ തയ്യാറാണ്. മതപരമായ കാര്യങ്ങൾ പറയുമ്പോൾ വരെ സ്നേഹമാണ് പഠിപ്പിക്കേണ്ടത്, ഗൗരവത്തോടു കൂടിയല്ല പറയേണ്ട. അല്ലെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഗൗരവത്തോടു കൂടി പറഞ്ഞാൽ പറഞ്ഞോനക്ക് പോയി എന്നല്ലാതെ എന്തുണ്ടാവും? ബ്രസീലും അർജന്റീനയും തമ്മിൽ ഭയങ്കരമായ മുട്ടൽ നടക്കുന്ന സമയത്താണ് മഞ്ചേരിയിൽ ഒരാൾ പോയി പ്രസംഗിച്ചത്. ആളെ ഞാൻ പറയുന്നില്ല. അതിന്റെ പിറ്റേന്ന് പിന്നെ ഞാനാ പോണത്. അദ്ദേഹം പോയി പ്രസംഗിച്ചതിന് ശേഷം അവിടെ ആകെ പ്രശ്നമായപ്പോൾ പിന്നെ ഒരു തന്നെ കൊണ്ടുപോകാൻ. ഞാൻ അന്ന് പോയി പ്രസംഗിച്ചത് ഫുള്ള് ഫുട്ബോളിനെ കുറിച്ചിട്ടാണ്. കുട്ടികൾക്ക് ഭയങ്കര സന്തോഷമായി, മൂപ്പര് തിരക്കടില്ല എന്ന്. കാരണം കുട്ടികളോട് അത് പറഞ്ഞിട്ട് വേണം കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ. അങ്ങനെ ഇദ്ദേഹം പോയി പ്രസംഗിച്ചിട്ട് നല്ല മനുഷ്യനാണ്, അദ്ദേഹം നല്ലൊരു നന്മ ചെയ്തതാണ്. പിറ്റേന്ന് വലിയ ബാനർ മഞ്ചേരി ടൗണിൽ, ഉസ്താദിന് എന്തും പറയാം പക്ഷേ കപ്പ് അർജന്റീനക്കു തന്നെ. ആ ബാനർ എന്നാ വന്നത്? നമ്മളൊരു കാര്യം പറയുമ്പോൾ ഇപ്പൊ നമ്മളൊരു പാൻറ് ചവിട്ടി പിടിച്ചിട്ട് പള്ളിയിലേക്ക് ഒരു കുട്ടി വന്നു എന്ന് വിചാരിക്കും. എന്നാലും ഞാൻ എഡ്രിക്കോട് പള്ളിയിൽ ഒതുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ നിസ്കാര പള്ളിയുണ്ട്, ആ മില്ലിന്റെ അവിടുത്തെ പള്ളി. അവിടുത്തെ ആൾക്കാർക്ക് നമുക്ക് നന്നായി അറിയുന്ന ഇടക്കിടക്ക് നിസ്കരിക്കാൻ കയറുന്ന എൻ്റെ ഒരു സ്ഥാപനം എൻ്റെ അപ്പുറത്തുണ്ടായതുകൊണ്ട്. അങ്ങനെ ഒരു പയ്യൻ മൊബൈലും വിളിച്ചുകൊണ്ട് ഒറ്റ വരവാൻ. അവനേതോ സുഹൃത്തിനെ വിളിച്ചുകൊണ്ട് കയറിയതാണ്. അപ്പോൾ അവൻ്റെ പാൻറ് കുറച്ചായി പറഞ്ഞ മാതിരി ചവിട്ടി പിടിച്ചുകൊണ്ടും മുടി ചിലപ്പോൾ അങ്ങനെ ഇങ്ങനെയൊക്കെ വെട്ടിക്കൊണ്ടും, അവൻ പിന്നെ പാൻറ്റിൻ്റെ എന്താ പറയുക അത്ര തന്നെ ഇറക്കമില്ലാത്തൊരു ഷർട്ടും, അന്നത്തെ അങ്ങനത്തെ ഒരു ഫാഷനൊക്കെ ആയിരുന്നല്ലോ. ഇപ്പോഴതൊന്നും ഇല്ലാണ്ട് മാറിയിട്ടൊന്നുമില്ല. അവനങ്ങനെ കയറിയപ്പോൾ ഈ മൊബൈൽ ഓഫാക്കാൻ മറന്നുപോയി. അതിൽ 2 വയസ്സന്മാർ പെരുഞ്ചീത്ത, എന്താ എൻ്റെ കോലെങ്ങനെ, എന്താ എൻ്റെ പാൻറ്റിൻ്റെ കഥ എങ്ങനെ, ഈ മൊബൈൽ വിളിച്ചതുമായി ബന്ധപ്പെട്ടിട്ട് പിന്നെ അവനെങ്ങനെ പോസ്റ്റ്മോർട്ടം നടത്താൻ തുടങ്ങി വരും. അപ്പം ഞാൻ ഉതുർക്കുകയാണ്. ഞാൻ ഉതിർത്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വന്ന്, മോൻ പോയിക്കോ, നീ പോയി നിസ്കരിച്ചോ എന്നറിയാം. അവൻ സുന്നത്ത് നിസ്കരിക്കാൻ പോയി, ളുഹർ വാങ്ങി കൊടുത്ത് ജമാഅത്ത് നിസ്കരിക്കാൻ പോവാണ്. ഞാൻ ഈ വയസ്സന്മാർ നിങ്ങൾ എന്തൊരു പണിയായി ചെയ്യണത്? അതാണ് മാഷ് നിങ്ങൾ നോക്കി കണ്ടില്ല കുട്ടീൻ്റെ കോലം. അവൻ ഫോം വിളിച്ച് കണ്ടല്ലോ കയറി വന്നത്. ഞാൻ പറഞ്ഞ 3000 കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണത്. PKMHS സ്കൂൾ എന്ന് പറഞ്ഞാൽ 3000 കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ്. ആ സ്കൂളിൽ നിന്ന് ളുഹർ വാങ്ങി കൊടുത്തപ്പോൾ ഇവൻ മാത്രം ഇപ്പോൾ നിസ്കരിക്കാൻ എത്തിയത്. യൂണിഫോം ഇടണ്ടാത്തൊരു ദിവസം, ഒരു ബുധനാഴ്ച ദിവസത്തെ. ബാക്കി 2999 ആൾക്കാർ അവിടെ ഉണ്ട്. അവരാരും ഇവിടെ എത്തിയിട്ടില്ല. ഇവന് പണ്ടെങ്ങാനോ മദ്രസയിൽ പഠിച്ചിട്ടുള്ള പാടൊക്കെ വെച്ചിട്ട് വാങ്ങി കൊടുത്തപ്പോൾ ഒന്ന് വന്നതാണ്. നിങ്ങളിനി ചീത്തറിഞ്ഞ് അങ്ങാണ്ട് ആട്ടിയാൽ അവിടെ 3000 തയ്യുന്നല്ലാതെ ഇവിടെ രണ്ടാമത്തെ ഉണ്ടാവില്ല. അതുകൊണ്ടൊരു സ്നേഹത്തിൽ പറയേണ്ടി വരും. ഇപ്പൊ പാൻറ് ചവിട്ടി പിടിച്ചതാണോ പ്രശ്നം? ഞാൻ ചെയ്യാറുണ്ട്, ഞാൻ പ്രാക്ടിക്കൽ, ഞാൻ ചെയ്യണത് ഇങ്ങനെ പറയല്ല, ഞാൻ സൈക്കോളജി ചിലപ്പോഴൊക്കെ ഉപയോഗിക്കാറുണ്ട്. അങ്ങനെയുള്ള കുട്ടികളോട് നിസ്കരിക്കാൻ നിൽക്കുന്ന സമയത്തൊരു സ്വകാര്യത്തിൽ പാൻറ് കയറ്റി വെക്കണത് നല്ലതാണ് കേട്ടോ എന്ന് പറയും. അപ്പൊ കുട്ടികൾക്ക് ഒന്ന് കയറ്റിയേക്കാന്ന് പറഞ്ഞിട്ട് കയറ്റി ഇങ്ങനെ നോക്കിയാണ്ട് കയറ്റിയേക്ക് പാൻറ്റയിലേക്ക് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പോയി പണി നോക്കി എന്നുള്ള മട്ടിൽ നിസ്കരിക്കും. സൗമ്യമായി പറയണം. എല്ലായിടത്തും സ്നേഹമേ വിജയിക്കൂ. കാർക്കിച്ചു തുപ്പിയവരോട്, മജ്നൂൻ എന്ന് കലാപം നടത്തിയിട്ട് പ്രസംഗിച്ചവരോട്, സുഹൈൽ എന്നെക്കുറിച്ച് പ്രസംഗിച്ചതുപോലെ ആരും പ്രസംഗിച്ചിട്ടില്ല എന്ന് പറഞ്ഞ സുഹൈലിനെ കുറിച്ച് പറഞ്ഞപ്പോൾ, പിന്നീട് ആ സുഹൈൽ കടന്നു വന്നപ്പോൾ ആലിംഗനം ചെയ്തുകൊണ്ട് സ്വീകരിച്ച പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ സ്നേഹമാണ് നമുക്കുണ്ടാകേണ്ടത്. ആ സ്നേഹം എല്ലാ മതത്തിലും നോക്കിയാലും ഈ സ്നേഹം നമുക്ക് കാണാൻ പറ്റും. മനോഹരമായി ജീവിതത്തിന് അപഗ്രഥനം ചെയ്തവർ, ചിലപ്പോൾ വലിയ വിവരമുള്ളവർക്കും തെറ്റുപറ്റാം, വലിയ വിവരമുള്ളവർക്കും തെറ്റുപറ്റാം. മേൽപ്പത്തൂർ നാരായണഭട്ട് തിരിപ്പാട്, അദ്ദേഹം നമ്മുടെ നാട്ടുകാരനാണ്. 500 കൊല്ലം മുമ്പുള്ള കഥയാണ്. അന്ന് താളിയോലകളിൽ എഴുതിക്കൊണ്ടിരിക്കുന്ന കാലം, താളിയോലകളിൽ എഴുത്താണി കൊണ്ട് എഴുതിക്കൊണ്ടിരിക്കുന്ന കാലം. പൂന്താനം മഹാകവി അന്ന് അദ്ദേഹത്തിന്റെ സമകാലികനായിരുന്നു. പൂന്താനം മഹാകവി എന്ന് പറഞ്ഞാൽ അത് പെരിന്തൽമണ്ണയിലാണ്. പൂന്താനം മഹാകവിയുടെ ജ്ഞാനപ്പാന വളരെ പ്രസിദ്ധമാണ്. സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞ ജ്ഞാനപ്പാന. കണ്ടുകണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നു നടിക്കുന്നതും ഭവാൻ, മാളികപ്പുറത്തേറിയ മന്നന്റെ തോളിൽ മാറാപ്പ് കേറ്റുന്നതും ഭവാൻ എന്ന് ദൈവത്തെക്കുറിച്ചിട്ട് അതിമനോഹരമായി പാടിയിട്ടുള്ള കവിയാണ് പൂന്താനം മഹാകവി. കണ്ടുകണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നു നടിക്കുന്നതും ഭവാൻ, മാളികപ്പുറത്തേറിയ മന്നന്റെ, വലിയ മാളികപ്പുറത്തേറിയ വലിയ രാജാവിന്റെ അല്ലെങ്കിൽ വലിയ സമ്പന്നന്റെ തോളിൽ മാറാപ്പ് കേറ്റുന്നതും ഭവാൻ, അവനെ പാപ്പരാക്കിക്കൊണ്ട് മാറാപ്പ് കയറ്റിയിട്ട് വെറും പാവമായി നടത്തിക്കുന്നതും എന്റെ ഭഗവാനാണ് എന്ന് പ്രാർത്ഥനയിലൂടെ കവിയരങ്ങ് തകർത്തിട്ടുള്ള ആളായിരുന്നു പൂന്താനം മഹാകവി. പൂന്താനം തൻ്റെ ഈ ജ്ഞാനപ്പാന എഴുതിക്കൊണ്ട് അതിൻ്റെ തെറ്റു തിരുത്താൻ വേണ്ടിയിട്ട് അദ്ദേഹം ഗുരുവായി പരിഗണിച്ചിട്ടുള്ള ആളായിരുന്നു മേൽപ്പത്തൂർ നാരായണഭട്ട് തിരിപ്പാട്.
അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് പരമപൂജതീയ ആദിതീർത്ഥ ജഗദ്ഗുരു ശ്രീ മഹാജിപതി നാരായണ ഭട്ടതിരി സ്വാമികൾ എന്നാണ്. അങ്ങനെ അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ട് വരികയാണ് പൂന്താനം. താളിയോലകളിൽ എഴുതിയിട്ടുള്ള ഈ എഴുത്താണി കൊണ്ട് എഴുതിയിട്ടുള്ള ഈ സംഭവത്തിനെ തെറ്റുതിരുത്തി തരാൻ വേണ്ടിയിട്ടാണ് മേൽപ്പത്തൂർ എന്ന് പറയുന്ന ഗുരുനാഥന്റെ അടുക്കൽ വരുന്നത്. മേൽപ്പത്തൂർ സംസ്കൃതത്തിലെ എഴുതാറുള്ളൂ. മേൽപ്പത്തൂർ എഴുതിയതാണ് നാരായണീയം. ഇവിടെ ഹൈന്ദവ സഹോദരങ്ങളുണ്ട് ഈ കൂട്ടത്തിൽ, അവർക്കറിയാം നാരായണീയത്തിന്റെ പ്രത്യേകത എന്ത് എന്ന്. അപ്പൊ നാരായണീയ കർത്താവായിട്ടുള്ള ആളാണ് നാരായണ ഭട്ടതിരിപ്പാട്. അങ്ങനെ ഭട്ടതിരിപ്പാട് ഈ കവിത ഇങ്ങനെ നോക്കി, താളിയോലകൾ ഇങ്ങനെ നോക്കിയപ്പോൾ അതിൽ സംസ്കൃതം തീരെയില്ല. എൻ്റെ കുട്ടിക്കാലത്ത് ഒരു 10-12 വയസ്സുള്ള സമയത്ത് സുകുമാർ അഴീക്കോട് അതിമനോഹരമായൊരു പ്രസംഗം ഞങ്ങളുടെ മേൽപ്പത്തൂരിൽ വന്ന് പ്രസംഗിച്ചതിൻ്റെ അന്നെൻ്റെ മനസ്സിൽ കൊത്തിവെച്ചതിൻ്റെ ഭാഗമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത്. അന്ന് സുകുമാർ അഴീക്കോട് പ്രസംഗിച്ചതിൻ്റെ ഒരു ചെറിയ ഭാഗമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത്. ഒരുപാട് ആളുകൾ നിലനിൽക്കുന്ന സമയം. അന്ന് ഈ സിനിമാ നടൻ ദിലീപിനെ പോലുള്ള ആൾക്കാരൊക്കെ മിമിക്രിക്കാരാണ്. അവരുടെ മിമിക്രിയൊക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ട്. ഏതായിരുന്നാലും ശരി, അങ്ങനെ നമ്മുടെ ഒരു കുട്ടിക്കാലം ഒരു 12-13 വയസ്സുണ്ടാവും. ചുരുക്കത്തിൽ ഇങ്ങനെ സുകുമാർ അഴീക്കോട് പ്രസംഗിക്കുമ്പോൾ ഈ ചരിത്ര ഭാഗത്തെ അടർത്തി മാറ്റിക്കൊണ്ട് അതിമനോഹരമായി പ്രസംഗിച്ചു. അദ്ദേഹം പറഞ്ഞതിൻ്റെ ഭാഗം നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. അഴീക്കോട് തത്വമസി എന്ന് പറയുന്ന ഗ്രന്ഥത്തിലൂടെ ഹൈന്ദവ വേദങ്ങളെ അപഗ്രഥിച്ച ഏറ്റവും പ്രിയങ്കരനായ ഒരു എഴുത്തുകാരനും സ്റ്റേജിലും പേജിലും ഒരുപോലെ നിറഞ്ഞു നിന്നിട്ടുള്ള കേരളത്തിന്റെ മാഷാണ് അഴീക്കോട് മാഷ്. ഏതായിരുന്നാലും ശരി, പറഞ്ഞത് അങ്ങനെ താളിയോലകളിൽ എഴുതിയിട്ട് എത്തുകയും താളിയോലകളിൽ എഴുതിയിട്ടുള്ള ആ സാധനം വായിച്ചിട്ട് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് നേരെ പുറത്തേക്ക് എറിഞ്ഞു. സംസ്കൃതം തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത കവിത എനിക്കാവശ്യമില്ല എന്ന്, സംസ്കൃതത്തിന്റെ ഒരു വരി പോലുമില്ലാത്ത കവിത എന്നെ കാണിക്കരുത് എന്ന്. അങ്ങനെ ആ എറിഞ്ഞ ആ എഴുത്താണിയുടെ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട താളിയോലകൾ എല്ലാം പെറുക്കിക്കൊണ്ട് സങ്കടത്തോടെ തന്റെ നെഞ്ചിൽ ചേർത്തുകൊണ്ട് അന്ന് പാടിയ ഒരു വരിയുണ്ട്. അത് ജ്ഞാനപ്പാനയിലെ ഏറ്റവും പ്രസിദ്ധമായ വരിയാണ്. ആ വരി ഇതായിരുന്നു: കൂടെയില്ല ജനിക്കുന്ന നേരത്തും കൂടെയില്ല മരിക്കുന്ന നേരത്തും മധ്യ ഇങ്ങനെ കാണുന്ന നേരത്തോ മത്സരിക്കുന്നതെന്തിനോ നാം വൃഥ എന്നായിരുന്നു ആ വരി. അതിനൊരു ഈണമുണ്ട്: കൂടെയില്ല ജനിക്കുന്ന നേരത്തും കൂടെയില്ല മരിക്കുന്ന നേരത്തും മധ്യ ഇങ്ങനെ കാണുന്ന നേരത്തോ മത്സരിക്കുന്നതെന്തിനോ നാം വൃഥ. ഇങ്ങനെ ചൊല്ലിക്കൊണ്ട് അദ്ദേഹം നടന്നു പോയി എന്നാണ്. കൂടെയില്ലല്ലോ നമ്മൾ ജനിക്കുന്ന സമയത്ത്, കൂടെയില്ലല്ലോ നമ്മൾ മരിക്കുന്ന സമയത്ത്, മധ്യത്തിലാണല്ലോ നമ്മൾ തമ്മിൽ കാണുന്നത്. ജനിക്കുന്ന സമയത്ത് നമ്മൾ ഒന്നിച്ചല്ല, മരിക്കുന്ന സമയത്തും നമ്മൾ ഒന്നിച്ചല്ല, മധ്യത്തിലാണല്ലോ നമ്മൾ കാണുന്നത്. ഈ കാണുന്ന സമയത്തും നമ്മൾ എന്തിനാണ് വെറുതെ മത്സരിക്കുന്നത് എന്ന് ശിഷ്യൻ ഗുരുനാഥനെ പോലെ കരുതുന്ന മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാടിന്റെ മുഖത്തടിയേറ്റതുപോലെ കാവ്യം പാടിക്കൊണ്ട് നടന്നു പോയ പൂന്താനം മഹാകവിയുടെ വരി ലോകത്തിൽ വളരെ പ്രസിദ്ധമായത് അതിൻ്റെ പേരിലാണ്. എന്ന് പറഞ്ഞാൽ കൂടെയല്ലല്ലോ ജനിക്കുന്ന നേരത്ത്, കൂടെയല്ലല്ലോ മരിക്കുന്ന നേരത്ത്, മധ്യത്തിലാണല്ലോ നമ്മൾ കാണുന്നത്. പിതാവ് ജനിക്കുന്ന കൂട്ടത്തിലില്ല, നമ്മുടെ മരിക്കുന്ന കൂട്ടത്തിൽ നമ്മൾ പിതാവിൻ്റെ കൂടെയല്ല, അല്ലെങ്കിൽ പിതാവ് നമ്മുടെ കൂടെയല്ല, മധ്യത്തിലാണ് നമ്മൾ കാണുന്നത്. പിന്നെയും നമ്മൾ എന്തിനാ മത്സരിക്കുന്നത്? ജ്യേഷ്ഠനും അനുജനും തമ്മിൽ ഈ മധ്യത്തിൽ വെച്ചാ കാണുന്നത്. പിന്നെ എന്തിനാ നമ്മൾ മത്സരിക്കുന്നത്? ഭാര്യയും ഭർത്താവും തമ്മിൽ ഇവിടെ വെച്ചാ കാണുന്നത്. പിന്നെ എന്തിനാ നമ്മൾ മത്സരിക്കുന്നത്? ഹിന്ദുവും മുസൽമാനും ഇവിടെ വെച്ചാ കാണുന്നത്. പിന്നെ എന്തിനാ നമ്മൾ മത്സരിക്കുന്നത്? ഇസവും തമ്മിൽ ഇവിടെ വെച്ചാ കാണുന്നത്. പിന്നെ എന്തിനാ നമ്മൾ മത്സരിക്കുന്നത്? കൂടെയല്ല ജനിക്കുന്ന നേരത്തും കൂടെയല്ല മരിക്കുന്ന നേരത്തും മധ്യ ഇങ്ങനെ കാണുന്ന നേരത്തോ മത്സരിക്കുന്നതെന്തിനോ നാം വൃഥ. അന്നാണ് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാടിന് മാനസാന്തരമുണ്ടായത് എന്നും അദ്ദേഹത്തിന് സങ്കടമുണ്ടായത് എന്നും
അദ്ദേഹത്തിന് അറിവും അഹങ്കാരവും അഹന്തയും അജ്ഞതയും ഉണ്ടായിരുന്നു എന്ന്. ആ കൂട്ടിയുള്ളതെല്ലാം തനിക്കുണ്ട്, വാ കൂട്ടിയുള്ളതെല്ലാം പൂന്താനത്തിനുണ്ട് എന്ന് മേൽപ്പത്തൂർ എന്നാണ് മനസ്സിലാക്കിയത് എന്നാണ്. വാ കൂട്ടിയുള്ളത് എന്ന് പറഞ്ഞാൽ വിവരം, വിവേകം, വിനയം, വിജ്ഞാനം, അതാണ് വാ കൂട്ടിയിട്ടുള്ളത്. ആ വാ കൂട്ടിയിട്ടുള്ളതെല്ലാം പൂന്താനത്തിന്റെ കൂടെയുണ്ട്. ആ കൂട്ടിയുള്ളതെല്ലാം എൻ്റെ കൂടെയുണ്ട്. അറിവുണ്ട്, അഹങ്കാരമുണ്ട്, അജ്ഞതയുണ്ട്, അവിവേകമുണ്ട്. ഇതായിരുന്നു ശരിക്കും പറഞ്ഞാൽ മേൽപ്പത്തൂരിന്റെ പക്കൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ആയെ എനിക്ക് വായാക്കണമെന്നായിരുന്നു പിന്നീട് മേൽപ്പത്തൂര് ശഠിച്ചത് എന്നും അങ്ങനെയാണ് അദ്ദേഹം നാരായണീയം എഴുതിയത് എന്നും ഐതിഹ്യം. ഏതായിരുന്നാലും ശരി പ്രിയപ്പെട്ടവരെ, നമുക്കറിവുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ അപതാളങ്ങൾ സംഭവിച്ചേക്കാം. അവിടെയാണ് നമ്മൾ സ്നേഹത്തിന് മുമ്പിൽ വെക്കേണ്ടത്. ഈ ഊഷ്മളമായ ഒരു സ്നേഹം പരസ്പരം ഉണ്ടാകണം. ഭാര്യയും ഭർത്താവും തമ്മിൽ ഭയങ്കരമായ പ്രശ്നം ആരുടെ മുമ്പിൽ വെച്ചാണ്? മക്കളുടെ മുമ്പിൽ വെച്ച്. വിദ്യാഭ്യാസവുമായി ബന്ധപ്പെടുത്തി പറഞ്ഞാൽ ഒരു കുട്ടിയുടെ ഇന്റലക്ച്വൽ എബിലിറ്റി, ഒരു ഇന്റലക്ച്വൽ കപ്പാസിറ്റി, ഒരു കുട്ടിയുടെ ബുദ്ധിപരമായ ശക്തി വളരണമെങ്കിൽ അവന്റെ ഇമോഷണൽ കോഷൻ എന്ന് പറയുന്ന അവന്റെ ഹൃദയത്തിന്റെ അവസ്ഥക്ക് സന്തുലിതാവസ്ഥ ഉണ്ടാകണമെന്നാണ്. ചെറുപ്പത്തിലെ മാതാപിതാക്കളിൽ നിന്നും ഭയങ്കരമായ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പ്രഹരങ്ങൾ ഏറ്റിട്ടുള്ള, മാനസിക പീഡകൾ ഏറ്റിട്ടുള്ള, പീഡനങ്ങൾ ഏറ്റിട്ടുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഉയർന്ന നിലവാരത്തിൽ പഠിക്കൽ പ്രയാസമാണ്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ അടുക്കൽ ഒരു MBA കാരൻ കുട്ടി വന്നിരുന്നു കൗൺസിലിങ്ങിന്റെ ഭാഗമായി. ഞാൻ 1-2 പ്രസംഗത്തിൽ സൂചിപ്പിച്ചതാണ്. ഞാൻ അതിന്റെ ആഴം നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. അവൻ പഠിക്കുന്നത് MBA-ക്കാണ്, അതും ബാംഗ്ലൂരിലാണ്. നല്ല കാണാനൊക്കെ നല്ല സ്റ്റൈലായ ഒരു ചെയ്തിട്ടുള്ള നല്ലൊരു മോൻ. അവൻ വന്നപ്പോൾ ഉമ്മാക്ക് അവനെ കുറിച്ച് പറയാനുള്ളത്, ബാപ്പാക്ക് അവനെ കുറിച്ച് പറയാനുള്ളത്, ആദ്യത്തെ പാഠങ്ങൾ മുഴുവൻ നല്ല വശത്തിലുള്ള പാഠങ്ങളാണ്. SSLC-ക്ക് എല്ലാറ്റിലും A+, +2-ന് A+. ഫറൂഖ് കോളേജിലാണ് ഡിഗ്രി പഠിച്ചത്. ഡിഗ്രി പഠിച്ചെടുത്ത് അവൻ ആ ബാച്ചിലെ ടോപ്പർ. BBA എന്ന് പറയുന്ന കോഴ്സിലെ ഫറൂഖ് കോളേജിലെ ഏറ്റവും ടോപ്പർ. പക്ഷേ അവൻ ബാംഗ്ലൂരിൽ പോയപ്പോൾ ഒന്നുഴപ്പി. ഞാൻ പൊതുവേ മനസ്സിലാക്കിയത് ബാംഗ്ലൂർ പോലെയുള്ളൊരു സിറ്റിയിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോകുന്നതാണ്. അവിടെ എല്ലാ നന്നാവാനുള്ള കാര്യങ്ങളുണ്ട്, എല്ലാ വസലാകാനുള്ള കാര്യങ്ങളുണ്ട്. അവിടെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഗുലുമാലിൽ ഇവൻ കുടുങ്ങിയിട്ടുണ്ടാവുന്ന വിചാരിച്ചത്. ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു, മോനെ എന്താ നിന്റെ പ്രശ്നം? അപ്പോൾ അവൻ പറഞ്ഞു, സാറ് വിചാരിക്കുന്നുണ്ടാവും. അവൻ പറഞ്ഞു തുടങ്ങിയ വാക്കൻ ഞങ്ങളോട് സാറ് വിചാരിക്കുന്നുണ്ടാവും ഞാൻ അവിടെ പോയിട്ട് ആകെ കൊളായി നടക്കുന്നുണ്ടാവും, ചിലപ്പോൾ മദ്യപിക്കുന്നുണ്ടാവും, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ടാവും, തീരെ പഠിക്കുന്നില്ല, കൂട്ടുകാരുടെ കൂടെ ഒക്കെ കറങ്ങി നടക്കുന്നുണ്ടാവും, നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. അതൊന്നുമില്ല. പിന്നെ ഞാൻ ഫസ്റ്റ് ഇയർ ഇപ്പോൾ പരീക്ഷ എഴുതിയില്ല, അതാണ് ഉപ്പാക്ക് പറയാനുള്ളത്. ഞാൻ ഫസ്റ്റ് ഇയർ പരീക്ഷ എഴുതിയില്ല, അതാണ് ഉപ്പാക്ക് പറയാനുള്ളത്. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം. എന്നിട്ട് അവൻ മനോഹരമായിട്ട് അവൻ്റെ ഇന്നലകളെ വളരെ കുറഞ്ഞ വാക്കുകളിൽ പറഞ്ഞു. അവ ഇപ്പോൾ പഠിക്കുന്നത് HR-നാണ്. HR എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. മനുഷ്യനെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതാണല്ലോ ഹ്യൂമൻ റിസോഴ്സ് MBA-യിൽ. അപ്പോൾ അതിലവൻ പഠിച്ചത് എന്താണെന്ന് വെച്ചാൽ, ചെറുപ്പം മുതലേ നല്ലൊരു അന്തരീക്ഷം വീട്ടിലില്ലെങ്കിൽ അവൻ്റെ പ്രകൃതം മാറും. അവനിനി എന്ത് MBA കഴിഞ്ഞാലും ആ കോഞ്ഞാട്ടം സ്വഭാവം എവിടെ ഉണ്ടാവും? ഇവൻ്റെ അടിയിലുണ്ടാവും. ആ മോശപ്പെട്ട സ്വഭാവം അവൻ പുറത്തെടുക്കും. ഒരു കുലീന കുടുംബത്തിലെ സമ്പത്തൊന്നും വേണമെന്നില്ല, ഭയങ്കര തറവാട്ട് മഹിമൊന്നും വേണമെന്നില്ല, നല്ല സംസ്കാരമുള്ള ഒരു കുടുംബത്തിലെ കുട്ടിയുടെ സംസ്കാരം വേറെ തന്നെ അറിയാൻ പറ്റും. എപ്പോഴും കുറ്റം മാത്രം കേട്ട് പഠിക്കുന്ന ഒരു കുട്ടി കുറ്റം പറയാനേ പഠിക്കൂ. ചില ആളുകളെ നിങ്ങൾ കണ്ടിട്ടില്ലേ, എന്തു പറഞ്ഞാലും ഒരു കുറ്റത്തിനൊന്നും നിൽക്കൂല. ഇനി ഒരാളെ പറ്റി എന്തെങ്കിലും അന്നിപ്പോൾ നമ്മളധികം ചർച്ച ചെയ്യണ്ടെന്ന്, എന്താ ഉണ്ടായെന്ന് ഇപ്പം നമുക്കറിയില്ലല്ലോ, ജെന്റിൽ വേർഡ്സ് പറയും. അത് അവൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയ ബാക്കപ്പാണ്. അവൻ്റെ ഉമ്മ പഠിപ്പിച്ചത്, അവൻ്റെ ഉപ്പ പഠിപ്പിച്ചത്. നേരത്തെ കുട്ടിക്ക് നല്ല ചിലപ്പം MPhil-ഉം PhD ഒക്കെ ഉണ്ടാവും, പക്ഷെ അവൻ വളരെ വൃത്തികെട്ട പദങ്ങളെ ഉപയോഗിക്കൂ. എന്തുകൊണ്ട്? ആ സംസ്കാരമാണ് വീട്ടിൽ നിന്ന് കിട്ടിയത്. പഠിച്ചതുകൊണ്ട് ഒരു കുട്ടി മാറൂല, അതൊക്കെ തെറ്റായ ധാരണയാണ്. IIT-യിൽ എത്തിയതുകൊണ്ട് മാറൂല. അപ്പൊ ഇന്ത്യയിൽ ഏറ്റവും വലിയ എഞ്ചിനീയറിംഗ് കോളേജ് IIT-യാണ്. IIT-യിൽ പഠിച്ചിട്ടുള്ള അർഷദ് എന്ന് പറയുന്ന പയ്യനാണ് ആലുവയിലെ പയ്യൻ. അർഷദ് പഠിച്ചുകൊണ്ടിരിക്കും. അർഷദിന്റെ അനിയൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു യാത്രക്ക്, അതുകൊണ്ടാണ് ഞാൻ വിശദീകരിച്ച് പറയുന്നത്. ജംഷീർ സങ്കടപ്പെട്ടിട്ട് ആ കഥ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. പത്രങ്ങളിൽ നിന്ന് വായിച്ചതിന് പുറമെ, പത്രങ്ങൾ വായിച്ചത് നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടാവും. IIT-യിലാണ് പഠിക്കുന്നത്. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണേ, ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് എഞ്ചിനീയറിംഗ് കോളേജ്. അവിടെ എത്തണമെങ്കിൽ JEE മെയിൻ പാസ്സാകണം. പാപ്പാന്റെ അടുത്ത് 100 കോടി ഉറുപ്പിക ഉണ്ടായാലും നമുക്ക് അവിടെ എത്താൻ പറ്റൂല. ആ ടെസ്റ്റ് തന്നെ പാസ്സാവണം. അങ്ങനെ കയറി പോകേണ്ടുന്ന ഒരു ഓപ്ഷനാണ് ഇവൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത്.
അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ കൂട്ടുകാരുടെ കൂടെ കൂടിയിട്ട് മെല്ലെ മയക്കുമരുന്നിന്റെ ഉപയോഗം തുടങ്ങി. നമ്പർ 1 ക്യാമ്പസ്, പക്ഷേ സംസ്കാരം ശരിയല്ലെങ്കിൽ ഇങ്ങനെ പോകും. അങ്ങനെ ഒരു ലീവിന് വീട്ടിൽ വന്ന സമയത്ത് ഇവൻ ഉമ്മാനോട് 25,000 റുപ്യ, എനിക്ക് 25,000 രൂപ തരണം എന്ന് പറഞ്ഞു. ഉമ്മ പറഞ്ഞു തരില്ല, കാരണം ഉമ്മാക്ക് മനസ്സിലായിട്ടുണ്ട് ഇവൻ മയക്കുമരുന്ന് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഉമ്മ തരില്ലെന്ന് വാശി പിടിച്ചു. സത്യത്തിൽ ഇവൻ ഓഫനാണ്, ഇവൻ എത്തിയുമായി വളർന്ന കുട്ടിയാണ്, പിതാവില്ലാതെ മാതാവ് വളർത്തിയതാണ്, സങ്കടപ്പെട്ട് വളർത്തിയതാണ്. അന്ന് രാത്രിയാണ് കേരളക്കരയെ മുഴുവൻ ഞെട്ടിപ്പിച്ച ആ സംഭവം ഉണ്ടായത്. അടുക്കളയിൽ പോയി ചെരവ കൊണ്ടുവന്ന് ഉറങ്ങിക്കിടക്കുന്ന മാതാവിൻ്റെ തലക്കടിച്ചു കൊന്നത് IIT-കാരനായ മോനാണ്. ആരും വിചാരിക്കേണ്ട നമ്മുടെ മക്കൾ ഉന്നതമായ കലാലയങ്ങളിൽ എത്തി എന്നതുകൊണ്ട് നല്ല സംസ്കാരം ഉണ്ടാകുമെന്ന്. അത് പഠിത്തത്തിനെത്തിക്കാം. സംസ്കാരം കൊടുക്കേണ്ടത് വീട്ടിൽ നിന്നാണ്, കൾച്ചർ കൊടുക്കേണ്ടത് വീട്ടിൽ നിന്നാണ്. അതുകൊണ്ട് ഇന്നൊക്കെ ക്യാമ്പസുകളിൽ ഞാൻ തന്നെ പോകാറുണ്ട്, ചില സ്കൂളുകളിലൊക്കെ 10 ദിവസത്തെ. ഇപ്പം ഇന്നലെ ഒരു സ്കൂൾ ഒരു സ്ഥലത്തെ പ്രോഗ്രാം, ഒരു 10 ക്ലാസ് വെച്ചിരിക്കും, ഓരോ മാസത്തിലും ഓരോ ക്ലാസ് രക്ഷിതാക്കൾക്ക് വേണ്ടി. നമ്മൾ പൂനെയിലൊരു സ്കൂളിൽ പോയിരുന്നു. പൂനെയിലെ സ്കൂളിലെ രീതി എന്താണെന്ന് ചോദിച്ചാൽ 3 വയസ്സാകുന്ന സമയത്ത് കുട്ടിയെ ചേർക്കണമെങ്കിൽ 4 വയസ്സാകുന്ന സമയത്ത് കുട്ടിയെ ചേർക്കാം. 3 വയസ്സാകുമ്പോൾ ഉമ്മ വന്നിട്ട് കോഴ്സിന് ചേരണം. മനസ്സിലാവുണ്ടോ പറഞ്ഞു? ഇന്ത്യയിൽ ഏറ്റവും അറിയപ്പെടുന്ന സ്കൂളാണ്. ആ സ്കൂളിൽ അഡ്മിഷൻ കിട്ടാനുള്ള ക്രൈറ്റീരിയ MP-മാരുടെ ലെറ്ററും പ്രധാനമന്ത്രിയുടെ ലെറ്ററും ഒന്നുമല്ല. കുട്ടിക്ക് 4 വയസ്സ് പൂർത്തിയായാൽ ആ സ്കൂളിൽ ചേർക്കാം, പ്ലേ സ്കൂളിൽ. പക്ഷെ 4 വയസ്സാകുന്ന സമയത്ത് ആ കുട്ടിയെ ചേർക്കണം എന്നുണ്ടെങ്കിൽ ഉമ്മ 3 വയസ്സാകുന്ന സമയത്ത്, ഉമ്മാക്കല്ല കുട്ടിക്ക് 3 വയസ്സാകുന്ന സമയത്ത് ഉമ്മയോ ഉപ്പയോ വന്ന് കോഴ്സിന് ചേരണം. എന്നിട്ട് ഒരു കൊല്ലത്തെ കോഴ്സാണ്, ഒരു കൊല്ലത്തെ ക്ലാസ്സാണ് അവർക്ക്. എല്ലാ ശനിയാഴ്ചകളിലും അല്ലെങ്കിൽ 2 ശനിയാഴ്ച കൂടുമ്പോൾ ക്ലാസ്. എന്നിട്ട് അവരുടെ എക്സാം, പരീക്ഷ പാസ്സായാൽ ആ പാസ്സായ രക്ഷിതാക്കളുടെ കുട്ടികളെ മാത്രമേ ചേർക്കുള്ളൂ. അപ്പോൾ ഒരു കുട്ടിയുടെ മാറ്റത്തിന് രക്ഷിതാക്കളുടെ പങ്ക് എത്രയാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. ഈ ലോകത്തിൽ ഉയർന്നു പോയ എല്ലാ ആൾക്കാരും അങ്ങനെയല്ലേ? ഇതെല്ലാ ആൾക്കാരും ഇരിക്കുന്നൊരു സദസ്സായത് കൊണ്ട് ഞാനൊരു ഉദാഹരണം പറയാം. രാജാ രവിവർമ്മ, എന്ത് വരക്കണം ഏത് വരക്കണം എന്നതൊക്കെ ഓരോരുത്തരുടെ വാല്യൂസ് അനുസരിച്ചിരിക്കും. പക്ഷെ രാജാ രവിവർമ്മ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കലാകാരനായിരുന്നു. ഡാവിഞ്ചിയെ നമ്മൾ ഓർക്കുമ്പോൾ, അതേപോലെ തന്നെ പിക്കാസോയെ നമ്മൾ ഓർക്കുമ്പോൾ, ഇന്ത്യക്കാർക്ക് ഓർക്കാനുള്ള പിക്കാസോയാണ് രാജാ രവിവർമ്മ. രാജാ രവിവർമ്മ എഴുതി വെച്ചിട്ടുണ്ട്, അഥവാ തങ്ങളുടെ വർമ്മ കുടുംബത്തിലെ തറവാട്ടിന്റെ പിൻഭാഗത്ത് പോയിട്ട് കുമ്മായം തേച്ചിട്ടുള്ള ആ വീടിന്റെ ചുമരിൽ കരിക്കട്ട കൊണ്ട് വരക്കലായിരുന്നു എൻ്റെ പണി. വേറെ ക്യാൻവാസുകളൊന്നുമില്ല. അടുപ്പത്ത് നിന്ന് കൊണ്ടുപോയി അടുപ്പിൽ പോയിട്ട് കരിക്കട്ട എടുത്തിട്ട് പെരന്റെ വേക്കൽ കൊണ്ടുപോയിട്ട് വരക്കും. എല്ലാ ദിവസവും അതെന്നെ പണി. ഒരു ദിവസം അമ്മ കണ്ടുകൊണ്ട് വരികയാണ്. നമ്മളെ കുട്ടികളാണെങ്കിൽ അവസ്ഥ ഒന്ന് ആലോചിച്ചോട്ടെ, പേടിച്ച് വരച്ചിട്ട് വരച്ചതേ ഓർമ്മ ഉണ്ടാവുള്ളൂ, പിന്നൊന്നും ഓർമ്മ ഉണ്ടാവില്ല. ഏതായാലും രാജാ രവിവർമ്മയുടെ അമ്മ വന്നിട്ട് ഇങ്ങനെ അത്ഭുതത്തോടു കൂടി ആ വരകൾ നോക്കി നിന്നു. ഞാൻ വരച്ച ആദ്യത്തെ മനുഷ്യ സ്ത്രീ ആ നൃത്തമായ എൻ്റെ അമ്മയായിരുന്നു എന്ന് കൊച്ചുകുട്ടിയായ രാജാ രവിവർമ്മ കലാകാരനായ സംഭവത്തെക്കുറിച്ച് പറയാം. എന്ന് പറഞ്ഞാൽ അമ്മ വഴക്കു പറഞ്ഞില്ല, അമ്മ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. അപ്പൊ എന്തുണ്ടായി? അവന്റെ മനസ്സിലൊരു സ്നേഹമുണ്ടായി അമ്മയെക്കുറിച്ച്. ഞാൻ എന്ന കലാകാരൻ വളർന്നു വരാൻ ആ ഒരു രംഗം എന്നെ വല്ലാതെ എന്താ പറയുക, ഒരു സ്വപ്ന ലോകത്തിലേക്ക് പോകുന്നത് പോലെ എനിക്ക് ഇടയ്ക്കൊക്കെ തോന്നാറുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു തരം ഡ്രീം വേൾഡ് സൃഷ്ടിക്കുന്നത് പോലെ എൻ്റെ അമ്മയെ എനിക്ക് തോന്നാറുണ്ട്. എപ്പോഴും എൻ്റെ അമ്മയുടെ പടം വരച്ചാൽ, രാജാ രവിവർമ്മയുടെ വരി നോക്കുകൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ ഞാൻ വരക്കുമ്പോൾ എൻ്റെ അമ്മയുടെ ചിത്രമാണെങ്കിൽ അത്ര മനോഹരമായി വരക്കാൻ മറ്റൊരാളെയും എനിക്ക് കഴിയാറില്ല. കാരണം അത്രത്തോളം എൻ്റെ മനസ്സിൽ എൻ്റെ അമ്മയുണ്ട് എന്ന്. ഞാൻ വീണ്ടും പറഞ്ഞു, എന്ത് വരക്കണം ഏത് വരക്കണം അത് ഓരോരുത്തരും ഇഷ്ടമാണ്, അവരവരുടെ മതം പറയുന്നത് പോലെ. പൊതുധാരയിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു മനുഷ്യന്റെ വളർച്ചയിൽ കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയൊരു പണ്ഡിതനായിരുന്നു, ലോകം ആദരിച്ച ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പോലും അവരുടെ ചെയറാക്കി ഇരുത്തിയിട്ടുള്ള ആളാണ് മൗലാന അബുൽ ഹസൻ അലി നദ്വി സാബ്. അദ്ദേഹം 400 ചില്ലാനം കിതാബുകൾ എഴുതിയിട്ടുണ്ട്, ഗ്രന്ഥങ്ങൾ. ദാറുൽ ഹുദയിലും വാഫി കോളേജിലും എല്ലായിടത്തും അദ്ദേഹത്തിന്റെ കൃതികൾ പഠിക്കാനുണ്ട്. ലോകതലത്തിൽ മദീന യൂണിവേഴ്സിറ്റിയിലും ഖൈറോ യൂണിവേഴ്സിറ്റിയിലും അൽ അസ്ഹർ യൂണിവേഴ്സിറ്റിയിലും എവിടെ പോയാലും അബുൽ ഹസൻ നദ്വി സാഹിബിന്റെ ഗ്രന്ഥങ്ങൾ പഠിക്കാനുണ്ടാകും. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ സാഹിത്യ പണ്ഡിതനെന്നും അതേപോലെ തന്നെ ഫത്വയിലെ പണ്ഡിതനെന്നും അറിയപ്പെടുന്ന യൂസുഫുൽ കർലാവി പോലും എഴുതി വെച്ചിട്ടുണ്ട്, ഞാൻ സാഹിത്യം പഠിച്ചത്, അറബി സാഹിത്യം പഠിച്ചത് അബുൽ ഹസൻ അലി നദ്വി സാഹിബിന്റെ ഗ്രന്ഥങ്ങളിലൂടെയാണ് എന്ന്. അത്ര ലോകം ആദരിച്ച ഗ്രന്ഥകാരനും ചിന്തകനും ഇസ്ലാമിക പണ്ഡിതനുമായിരുന്നു.
ഇന്ദിരാഗാന്ധി എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധികൾ ഉണ്ടായതുകൊണ്ട് അവരതൊന്ന് റെഫർ ചെയ്യുന്നത് നല്ലതാണ്. ഇന്ദിരാഗാന്ധി എഴുതി വെച്ചിട്ടുണ്ട്, പ്രധാനമന്ത്രിയാകാൻ പോകുന്നതിന്റെ പിറ്റേ ദിവസം, തലേ ദിവസം മൗലാന അബുൽ ഹസൻ നദ്വി സാഹിബിനെ കാണാനും അനുഗ്രഹം വാങ്ങിക്കാനും പോയ രംഗം ഇന്ദിരാജി എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാവരും പോകുമായിരുന്നു അദ്ദേഹത്തിന്റെ വീട്ടിൽ. പോയ സമയത്ത് കണ്ടത് കരണ്ടില്ലാത്ത വീട്. ഇത്രയും ഗ്രന്ഥങ്ങൾ എഴുതിയ ലോകം ആദരിക്കുന്ന പണ്ഡിതന്റെ വീട്ടിൽ കരണ്ടില്ല. ഇന്ദിരാഗാന്ധി ആദ്യം കരണ്ടെത്തിക്കാൻ വേണ്ടിയിട്ട് ഓർഡർ കൊടുത്തപ്പോൾ ഞാനെല്ലാം മെഴുകുതിരിയുടെ വെട്ടത്തിലിരുന്നിട്ടാണ് എഴുതിയത്, അതുകൊണ്ട് എനിക്ക് കരണ്ട് അങ്ങനെ നിങ്ങളുടെ രാഷ്ട്രീയക്കാരുടെ റെക്കമെൻഡേഷനിൽ വേണമെന്നില്ല എന്ന് തുറന്നു പറഞ്ഞത് മൗലാന അബുൽ ഹസൻ അലി നദ്വി സാഹിബായിരുന്നു. ഇങ്ങനെ വളരെ സിമ്പിളായി ജീവിച്ചിട്ടുള്ള നല്ലൊരു മനുഷ്യനായിരുന്നു അദ്ദേഹം. 400 ചില്ലാനം ഗ്രന്ഥങ്ങൾ എഴുതിയ ഒരു ഗ്രന്ഥത്തിന്റെ പേരെന്താണെന്നറിയോ? പ്രിയപ്പെട്ട മാതാക്കളെ ഓർക്കുക, നമ്മുടെ മക്കൾ അങ്ങനെ എഴുതുമോ? ഒരു വരിയെങ്കിലും. അദ്ദേഹം എഴുതിയൊരു കിതാബിന്റെ പേര് ഉറുദു ഭാഷയിലാണ്. അതിന്റെ പേര് അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേഷൻ നടത്തിയിട്ടുണ്ട്, അറബിയിലേക്ക് ട്രാൻസ്ലേഷൻ നടത്തിയിട്ടുണ്ട്. ആ ഗ്രന്ഥത്തിന്റെ പേര് മേരി പ്യാരി അമ്മി ജാൻ എന്നാണ്. അതിന്റെ മൂലഗ്രന്ഥം ഉറുദുവിലാണ്. മേരി പ്യാരി അമ്മി ജാൻ എന്ന് പറഞ്ഞാൽ എന്റെ സ്നേഹഭാജനമായ മാതാവ് എന്നാണ് ഒരു കിതാബിന്റെ പേര്. ആ ഗ്രന്ഥം നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ. അതിന്റെ തുടക്കം മുതൽ അവസാനം വരെ വായിക്കുമ്പോഴേക്ക് നമ്മളൊരു അമ്മയാണോ അല്ലെങ്കിൽ നമ്മളൊരു മാതാവാണോ എന്ന് ശങ്കിക്കുന്ന രീതിയിലാണ് ആ ഉമ്മയെ കുറിച്ചിട്ട് എഴുതി വെച്ചിട്ടുള്ളത്. ഓരോ സമയത്തുമുള്ള ഇടപെടൽ, സ്നേഹത്തോടു കൂടെയുള്ള സ്പർശനങ്ങൾ. ഇന്ന് സ്നേഹിക്കാൻ നമുക്കറിയില്ലല്ലോ. ഇന്ന് നമ്മളെല്ലാവരും കണക്ക് കൂട്ടിയിട്ടുള്ള സ്നേഹത്തിലാണ്. ഇഷ്ടവും സ്നേഹവും രണ്ടും രണ്ടാണ്. ഇഷ്ടം വേറെ, സ്നേഹം വേറെ. ഭർത്താവിന് നല്ല സമ്പത്തുണ്ട്, അപ്പൊ നമ്മൾ നന്നായിട്ട് ഇഷ്ടപ്പെടും. പൂവിനെ നമ്മൾ ഇഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാ? പൂവിനെ ഇഷ്ടപ്പെടുന്നത് പൂവിങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നതുകൊണ്ടാണ്. കരിഞ്ഞ പൂവിനെ ആരെങ്കിലും ഇഷ്ടപ്പെടാറുണ്ട്? ഒരാൾ പറയാണ് എനിക്ക് കരിഞ്ഞ പൂവിനെ ഭയങ്കര ഇഷ്ടം തന്നെ, അവനക്ക് സുഖമില്ല എന്ന് പറയും. കരിഞ്ഞതിനെ ആരും ഇഷ്ടപ്പെടാറില്ല. CH മുഹമ്മദ് കോയ സാഹിബിന്റെ വാക്കെടുത്തു പറഞ്ഞാൽ, അദ്ദേഹം രാഷ്ട്രീയം നമുക്ക് മറക്കാം, പക്ഷെ അദ്ദേഹം വലിയൊരു ദിഷണാശാലിയായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, വാണം കത്തിപ്പോകുന്ന സമയത്ത് നോക്കി നിൽക്കാൻ ആയിരക്കണക്കിന് ആളുകൾ ഉണ്ടാകും, പക്ഷേ അതിന്റെ കുറ്റി എവിടെയാണ് പോവുക എന്ന് ആരും തിരിഞ്ഞു നോക്കാറില്ല. പക്ഷെ ആ കുറ്റി തിരയുന്ന ഒരു കൂട്ടമുണ്ട് ഈ ഭൂമിയിൽ, നിഷ്കളങ്കരായ മക്കൾ. തകർന്നു